ടോപ്പ് ട്യൂഷൻ പാലക്കാടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് പ്രോസസ്സുകളെക്കുറിച്ചാണ്. ലാബിൽ നമുക്ക് കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ വളരെ കാലമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആർട്ടിഫിഷ്യൽ ലൈഫ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ശരിക്കും വേഗത്തിലായത്. തുടർച്ചയായ പരിശ്രമങ്ങൾക്ക് ശേഷം ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന വിദ്യ ഉപയോഗിച്ച് ഗവേഷകർ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയെ യാഥാർത്ഥ്യമാക്കി. കേംബ്രിഡ്ജിലെ ഒരു മികച്ച ഗവേഷണ സംഘമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇ. കോളൈ ബാക്ടീരിയയെ സൃഷ്ടിച്ചത്. സാധാരണയായി ഈ ഇ. കോളൈ ബാക്ടീരിയകൾ മൃഗങ്ങളുടെ കുടലിലും മണ്ണിലുമാണ് സ്വാഭാവികമായി ജീവിക്കുന്നത്. വളരെ പതുക്കെയാണെങ്കിലും ഈ അത്ഭുതകരമായ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയ്ക്ക് സ്വയം വളരാനും വിഭജിക്കാനും കഴിയും. ഈ ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയുടെ സൃഷ്ടി ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. എന്നാൽ ഒന്നിന് ജീവനുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ചലനം, ചുറ്റുപാടുകളോട് പ്രതികരിക്കാനുള്ള കഴിവ്, ശ്വസനം, വളർച്ച, പ്രജനനം എന്നിവയൊക്കെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം സെല്ലാണെന്ന് നിങ്ങൾക്കിതിനകം അറിയാമല്ലോ. ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ കെമിക്കൽ റിയാക്ഷനുകൾ പ്രധാനമായും നടക്കുന്നത് ഈ ചെറിയ സെല്ലുകൾക്കുള്ളിലാണ്. സെല്ലിന്റെ ഘടന നിർമ്മിക്കാനും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും പലതരം മോളിക്യൂളുകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ മൂലകങ്ങൾ ചേർന്നാണ് ഈ പ്രധാനപ്പെട്ട മോളിക്യൂളുകൾ ഉണ്ടാകുന്നത്. ജീവന്റെ ഈ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളെ നമ്മൾ ബയോമോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയിക് ആസിഡ്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട 4 തരം ബയോമോളിക്യൂളുകൾ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച് തുടങ്ങി ഊർജ്ജം നൽകുന്ന പദാർത്ഥങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൽ ഉൾപ്പെടുന്നു. ഫാറ്റ്സ്, ഓയിൽസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ലിപ്പിഡ്സ്. നമ്മുടെ ശരീരത്തിലെ പ്രധാന ജോലിക്കാരായ എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് എന്നിവ പ്രോട്ടീൻസിലാണ് വരുന്നത്. നമ്മുടെ സെല്ലുകളുടെ ഇൻസ്ട്രക്ഷൻ മാനുവലുകളാണ് ന്യൂക്ലിയിക് ആസിഡ്സ്, അതായത് DNA-യും RNA-യും. നമ്മൾ കാണുന്ന എല്ലാ ജീവന്റെ ലക്ഷണങ്ങളും വാസ്തവത്തിൽ ഈ ബയോമോളിക്യൂളുകളുടെയും മറ്റു രാസഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനുകളെ മുഴുവനായി നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നു. മെറ്റബോളിസം എന്നത് ഒരു വലിയ കൺസെപ്റ്റാണെങ്കിലും അതിനെ നമുക്ക് എളുപ്പത്തിൽ 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. ചെറിയ മോളിക്യൂളുകളെ കൂട്ടിയിണക്കി വലിയ മോളിക്യൂളുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അനബോളിസം. ഉദാഹരണത്തിന്, സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് അനബോളിസമാണ്. വലിയ മോളിക്യൂളുകളെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് കാറ്റബോളിസം. നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീനുകൾ വിഘടിച്ച് ലളിതമായ അമിനോ ആസിഡുകളായി മാറുന്നത് കാറ്റബോളിസത്തിന് ഒരു നല്ല ഉദാഹരണമാണ്. ഈ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും വേഗത്തിലാക്കാനും സെല്ലുകൾ എൻസൈംസ്, ഹോർമോൺസ് തുടങ്ങിയ പ്രത്യേക ബയോമോളിക്യൂളുകൾ നിർമ്മിക്കുന്നു. ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന മോളിക്യൂളുകളാണ് എൻസൈംസ്. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉമിനീരിലുള്ള സെലൈവറി എമൈലേസും ആമാശയത്തിലെ ഗാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിനും എൻസൈമുകൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. മറുഭാഗത്ത്, ഹോർമോണുകൾ എന്നത് നിങ്ങളുടെ ശരീരത്തിലുടനീളമുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളെ നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കെമിക്കൽ മെസഞ്ചർ മോളിക്യൂളുകളാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക അവയവങ്ങളാണ് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിവ. സെല്ലുകൾക്ക് മെറ്റബോളിസത്തിനാവശ്യമായ പലതും അത് സ്വയം നിർമ്മിക്കുന്നുണ്ട്. എങ്കിലും അതിനു പുറത്തുനിന്നും ധാരാളം വസ്തുക്കൾ ആവശ്യമാണ്. അമീബ പോലുള്ള വളരെ സിമ്പിൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ പുറത്തുനിന്നുള്ള വസ്തുക്കൾ സെൽ മെംബ്രെയിൻ വഴി നേരിട്ട് സെല്ലിനുള്ളിലെ സൈറ്റോപ്ലാസത്തിലെത്തുന്നു. നമ്മളെപ്പോലുള്ള സങ്കീർണ മൃഗങ്ങളിൽ പുറത്തുനിന്നുള്ള വസ്തുക്കൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി ആദ്യം നമ്മുടെ സെല്ലുകൾക്ക് ചുറ്റുമുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എത്തുന്നു. പിന്നീട് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് പദാർത്ഥങ്ങൾ സെൽ മെംബ്രെയിൻ കടന്ന് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ പ്രവേശിക്കുന്നു. സസ്യങ്ങളിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കാരണം അവയ്ക്ക് സെൽ വാൾ എന്ന ഒരു പുറമൊട കൂടിയുണ്ട്. വസ്തുക്കൾക്ക് സസ്യങ്ങളുടെ സെൽ വാളിലൂടെയും സെല്ലുകൾക്കിടയിലുള്ള ചെറിയ വിടവുകളിലൂടെയും സഞ്ചരിക്കാൻ കഴിയും.
തൊട്ടടുത്ത സെല്ലുകളുടെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന ചെറിയ ടണലുകൾ വഴിയും സസ്യകോശങ്ങൾക്ക് പദാർത്ഥങ്ങൾ കൈമാറാൻ കഴിയും. നമ്മുടെ ശരീരത്തിനു ചുറ്റും ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉള്ളതുപോലെ നമ്മുടെ സെല്ലുകൾക്ക് അതിന്റേതായ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. മൃഗങ്ങളിൽ സെല്ലുകൾക്കിടയിലുള്ള സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് ഈ പ്രധാനപ്പെട്ട ഇന്റേണൽ എൻവയോൺമെന്റായി പ്രവർത്തിക്കുന്നത്. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഇന്റേണൽ എൻവയോൺമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് സെൽ വാളുകൾ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെല്ലുകൾക്കിടയിലുള്ള എയർ സാക്സ് എന്നിവ കൊണ്ടാണ്. ഈ ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കെമിക്കൽ മേക്കപ്പ് പൂർണ്ണമായും സ്ഥിരമായി നിലനിർത്തേണ്ടത് ഓർഗാനിസങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇന്റേണൽ എൻവയോൺമെന്റ് സ്ഥിരമായി നിലനിർത്തുന്ന ഈ ബാലൻസിംഗ് പ്രക്രിയയെ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മെറ്റബോളിസം യാതൊരു തടസ്സവുമില്ലാതെ സുഗമമായി നടക്കണമെങ്കിൽ ഈ ഹോമിയോസ്റ്റാസിസ് കൃത്യമായി നിലനിർത്തേണ്ടതുണ്ട്. ഈ ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങളുണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. സെൽ മെംബ്രെയിൻ ഒരു അതിർത്തി പോലെ നിൽക്കുന്നതുകൊണ്ട് ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് ലളിതമായ മോളിക്യൂളുകളെ സെല്ലിലേക്ക് കടത്തിവിടുന്നത് ഈ മെംബ്രെയിനാണ്. സെൽ മെംബ്രെയിൻ ഒരു കർശനക്കാരനായ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ പ്രവർത്തിക്കുന്നതിനാൽ അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നും വിളിക്കാറുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ചില മോളിക്യൂളുകൾക്ക് മാത്രമേ പ്ലാസ്മ മെംബ്രെയിനിലൂടെ സ്വതന്ത്രമായി കടന്നുപോകാൻ അനുവാദമുള്ളൂ. വെള്ളം, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ലളിതമായ വസ്തുക്കൾക്ക് മെംബ്രെയിനിലൂടെ വളരെ എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയും. എങ്കിലും വലിയ പദാർത്ഥങ്ങൾക്കും അയോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചാർജുള്ള പാർട്ടിക്കിൾസിനും പ്ലാസ്മ മെംബ്രെയിനിലുള്ള പ്രത്യേക ചാനലുകളിലൂടെയോ പോറുകളിലൂടെയോ മാത്രമേ കടന്നുപോകാൻ കഴിയൂ. പ്ലാസ്മ മെംബ്രെയിനിലൂടെ ജലതന്മാത്രകൾ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്നത് വെള്ളം കൂടുതലുള്ള സ്ഥലത്തു നിന്നും വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് ജലതന്മാത്രകൾ നീങ്ങുന്ന പ്രക്രിയയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളത്തിന്റെ ഈ നീക്കം പ്ലാസ്മ മെംബ്രെയിൻ പോലെയുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ആയിരിക്കണം നടക്കേണ്ടത്. നിങ്ങളൊരു പ്ലാന്റ് സെൽ നല്ല ഗാഢതയുള്ള ഉപ്പുവെള്ളത്തിലിട്ടാൽ സെല്ലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് പോകുന്നതിനാൽ ആ സെൽ ചുരുങ്ങിപ്പോകും. ഓക്സിജൻ പോലെയുള്ള മറ്റു ലളിതമായ മോളിക്യൂളുകൾ ഡിഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് സെല്ലിനകത്തേക്കും പുറത്തേക്കും നീങ്ങുന്നത്. കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തു നിന്നും കുറവുള്ള സ്ഥലത്തേക്കുള്ള മോളിക്യൂളുകളുടെ സ്വാഭാവിക ഒഴുക്കാണ് ഡിഫ്യൂഷൻ. ഇതിന് സെല്ലിന്റെ ഊർജ്ജം ആവശ്യമില്ല. ചില സമയങ്ങളിൽ ഗ്ലൂക്കോസ് പോലെയുള്ള അല്പം വലിയ മോളിക്യൂളുകൾക്ക് മെംബ്രെയിൻ കടക്കാൻ കുറച്ച് സഹായം ആവശ്യമായി വരും. ഈ സഹായത്തോടെ നടക്കുന്ന പ്രക്രിയയെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഊർജ്ജം ആവശ്യമില്ലാത്ത ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇത് നടക്കുന്നത് മെംബ്രെയിനിലുള്ള കാരിയർ പ്രോട്ടീൻസിന്റെയോ ചാനൽ പ്രോട്ടീൻസിന്റെയോ സഹായത്തോടെയാണ്. എന്നാൽ മോളിക്യൂളുകൾ കുറവുള്ള സ്ഥലത്തുനിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് സെല്ലിനവയെ വലിച്ചെടുക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പ്രക്രിയയെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നു. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കാൻ സെൽ തീർച്ചയായും ATP എന്ന രൂപത്തിൽ ഊർജ്ജം ചെലവാക്കേണ്ടതുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രത്യേക കാരിയർ പ്രോട്ടീനുകൾ ഈ ATP എനർജി ഉപയോഗിച്ച് വസ്തുക്കളെ അവയുടെ സ്വാഭാവിക ഒഴുക്കിനെതിരെ സെല്ലിനകത്തേക്കോ പുറത്തേക്കോ പമ്പ് ചെയ്യുന്നു. സെല്ലുകൾക്ക് എങ്ങനെ ന്യൂട്രിയൻസ് കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചു വരുന്നു. ഇനി ഓർഗാനിസംസിന് ഈ ന്യൂട്രിയൻസ് എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് എന്ന മനോഹരമായ പ്രക്രിയയിലൂടെ സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കാൻ കഴിയുന്നതുകൊണ്ട് സസ്യങ്ങൾ ശരിക്കും അത്ഭുതമാണ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫിൽ എന്ന പച്ച പിഗ്മെന്റ് എന്നിവ ആവശ്യമാണ്. ക്ലോറോപ്ലാസ്റ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക സെല്ലുലാർ ഫാക്ടറികൾക്കുള്ളിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ തൈലക്കോയിഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന മെംബ്രെയിൻ സാക്സ് അടുക്കിവെച്ച ഗ്രാന നമുക്ക് കാണാൻ കഴിയും. സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ് ഈ ഗ്രാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഗ്രാനയ്ക്ക് ചുറ്റുമുള്ള ഒഴിഞ്ഞ ഭാഗം സ്ട്രോമ എന്ന ഫ്ലൂയിഡ് കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് പ്രധാനമായും 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്: ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ലൈറ്റ് ഫേസ് പൂർണ്ണമായും ഗ്രാനയിലാണ് നടക്കുന്നത്. ഇതിന് വെളിച്ചം നിർബന്ധമാണ്. ഈ ലൈറ്റ് ഫേസിൽ സസ്യം സൗരോർജ്ജം ഉപയോഗിച്ച് ജലതന്മാത്രകളെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കുന്നു. നമുക്ക് ശ്വസിക്കാൻ വേണ്ടി സസ്യം ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനമായി ലൈറ്റ് ഫേസ് ATP എന്ന വളരെ പവർഫുള്ളായ എനർജി മോളിക്യൂൾ ഉൽപ്പാദിപ്പിക്കുന്നു.
അടുത്തത് ഡാർക്ക് ഫേസ് ആണ്. ഇത് സ്ട്രോമ ഫ്ലൂയിഡിലാണ് നടക്കുന്നത്. പേര് ഡാർക്ക് ഫേസ് എന്നാണെങ്കിലും ഇത് ഇരുട്ടത്ത് നടക്കണമെന്ന നിർബന്ധമില്ല. ഈ പ്രക്രിയകൾക്ക് നേരിട്ട് വെളിച്ചം ആവശ്യമില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഫേസിലുണ്ടായ ഹൈഡ്രജനും ATP എനർജിയും എടുത്ത് സസ്യം ഈ ഹൈഡ്രജനെ വായുവിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് എന്ന അന്തിമോൽപ്പന്നം ഉണ്ടാക്കുന്നു. മെൽവിൻ കാൽവിൻ എന്ന ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ ഈ ഡാർക്ക് ഫേസ് റിയാക്ഷനുകൾ കൃത്യമായി വിശദീകരിച്ചതിന് 1961 കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. ഗ്ലൂക്കോസ് വളരെ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്നതുകൊണ്ട് സസ്യങ്ങൾക്കതിനെ ആ രൂപത്തിൽ എളുപ്പത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി സസ്യങ്ങൾ അതിനെ സ്റ്റാർച്ച് എന്ന ലയിക്കാത്ത രൂപത്തിലേക്ക് മാറ്റുന്നു. സസ്യത്തിന് അതിന്റെ ജീവൻ നിലനിർത്താൻ എപ്പോഴൊക്കെ ഊർജ്ജം ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ അത് ഈ സ്റ്റാർച്ചിനെ വിഘടിപ്പിക്കുന്നു. ഗ്ലൂക്കോസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സസ്യങ്ങൾക്ക് പലതരത്തിലുള്ള പ്രധാനപ്പെട്ട ന്യൂട്രിയൻസും ഉണ്ടാക്കാൻ കഴിയും. ആ ലളിതമായ ഗ്ലൂക്കോസിൽ നിന്ന് സസ്യങ്ങൾക്ക് സൂക്രോസ്, ഫ്രക്ടോസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, എന്തെന്നാൽ വിറ്റാമിനുകൾ വരെ ഉണ്ടാക്കാം. മൃഗങ്ങളും മനുഷ്യരും സ്വന്തമായി ഭക്ഷണമുണ്ടാക്കാൻ കഴിയാത്തതിനാൽ അവരെ ഹെട്രോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. സസ്യങ്ങളെ നേരിട്ട് കഴിച്ചോ അല്ലെങ്കിൽ സസ്യങ്ങളെ തിന്നുന്ന മൃഗങ്ങളെ കഴിച്ചോ ആണ് നമ്മൾ ഹെട്രോട്രോപ്സ് ഈ ന്യൂട്രിയൻസൊക്കെ സ്വന്തമാക്കുന്നത്. കരയിലെ സസ്യങ്ങൾ മാത്രമല്ല ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. സമുദ്രങ്ങളും ജീവൻ നൽകുന്ന പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സമുദ്രങ്ങൾ വളരെ ആഴമുള്ളതാണ്. സൂര്യപ്രകാശം എത്രത്തോളം താഴേക്ക് എത്തും എന്നതിനെ അടിസ്ഥാനമാക്കി അവയെ 3 പ്രധാന സോണുകളായി തിരിച്ചിരിക്കുന്നു. ഉപരിതലത്തിൽ നിന്ന് 200 മീറ്റർ താഴെ വരെയുള്ള മുകളിലത്തെ ലെയറിനെ യൂഫോട്ടിക് സോൺ എന്ന് വിളിക്കുന്നു. ഈ സോണിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഒരുപാട് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങളും മൃഗങ്ങളും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിന് താഴെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഇരുണ്ട ഡിസ്ഫോട്ടിക് സോണാണ്. ഇവിടെ സൂര്യപ്രകാശം വളരെ കുറവാണെങ്കിലും സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രത്യേക ആവാസവ്യവസ്ഥ ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. അവസാനമായി 1000 മീറ്ററിന് താഴെ പൂർണ്ണമായും ഇരുട്ടുള്ള അഫോട്ടിക് സോണാണ്. ഇവിടെ സൂര്യപ്രകാശം തീരെയില്ല. അവിടെ ഫോട്ടോസിന്തസിസ് അസാധ്യമാണ്. എങ്കിലും മുകളിലത്തെ സോണുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചത്ത ജീവികളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ചില അത്ഭുതകരമായ മൃഗങ്ങൾ അവിടെ ജീവിക്കുന്നു. ഏറ്റവും അത്ഭുതമെന്തെന്നാൽ കെമോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ കെമിക്കലുകളിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി ജീവിക്കുന്ന ചില പ്രത്യേക ബാക്ടീരിയകളും ഈ ആഴങ്ങളിലുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ വലിയൊരു പങ്കും പുറത്തുവിടുന്നത് ഈ കടൽ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ സമുദ്രത്തിലെ ആവാസവ്യവസ്ഥകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മലിനീകരണമാണ്. ഇത് പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമാകുന്നു. വീണ്ടും കരയിലേക്ക് വന്നാൽ ഓക്സിജനും ഭക്ഷണവും മാത്രമല്ല സസ്യങ്ങൾ നമുക്ക് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങൾക്ക് സസ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വളരെ വലുതാണ്. ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ, വിലപിടിപ്പുള്ള റബ്ബർ ലാറ്റക്സ്, നമ്മുടെ ഭക്ഷണത്തിന് രുചി നൽകുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെ സസ്യങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മുടെ കൃഷിയെ സ്വാഭാവികമായി സംരക്ഷിക്കാൻ ബയോപെസ്റ്റിസൈഡുകളും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാപ്പിയും ചായയുമൊക്കെ സസ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യങ്ങളിലൊന്നാണ് കണ്ടൽക്കാടുകൾ അഥവാ മാൻഗ്രോവ്സ്. ശാന്തമായ കായലുകൾ ഉപ്പുവെള്ളമുള്ള കടലുമായി ചേരുന്നിടത്താണ് ഈ പ്രത്യേകതയുള്ള കണ്ടൽ മരങ്ങൾ നന്നായി വളരുന്നത്. കേരളത്തിൽ മാത്രം ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 വ്യത്യസ്ത ഇനം കണ്ടൽ ചെടികളുണ്ട്. സങ്കടകരമായ കാര്യമെന്തെന്നാൽ 1975 നമ്മുടെ സംസ്ഥാനത്ത് 70,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നതിൽ 98% നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ദുർബലമായ പരിസ്ഥിതിക്ക് വിലമതിക്കാനാവാത്ത സേവനങ്ങൾ നൽകുന്നതുകൊണ്ട് ഇവ നശിക്കുന്നത് വളരെ വലിയൊരു നഷ്ടമാണ്. തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാനും മണ്ണൊലിപ്പ് തടയാനും ജൈവവൈവിധ്യത്തിന്റെ വലിയൊരു കലവറയായി മാറാനും അവയ്ക്ക് കഴിയും. മത്സ്യസമ്പത്തിന്റെ ഒരു പ്രധാന ഉറവിടമായി പ്രവർത്തിക്കുന്ന കണ്ടൽക്കാടുകൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വളരാൻ സുരക്ഷിതമായൊരിടം നൽകുന്നു. സാധാരണ വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ആഗോളതാപനത്തിനെതിരെ ഒരു മികച്ച പ്രതിരോധം തീർക്കാനും അവയ്ക്ക് കഴിയും. മാരകമായ സുനാമികളെ തടയാൻ സഹായിക്കുന്ന ശക്തമായ പ്രകൃതിദത്ത മതിലുകളായി പ്രവർത്തിക്കാനും കണ്ടൽക്കാടുകൾക്ക് കഴിയും. കല്ലേൻ പൊക്കുടൻ എന്ന ഒരു വലിയ പ്രകൃതിസ്നേഹി തന്റെ ജീവിതം മുഴുവൻ നീക്കിയത് ഈ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കാനാണ്. തന്റെ ജീവിതകാലം മുഴുവൻ ലക്ഷത്തിലധികം വരുന്ന കണ്ടൽ തൈകൾ അദ്ദേഹം അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ നട്ടുപിടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം കാരണം യുനെസ്കോയുടെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗം അദ്ദേഹത്തിന്റെ സംഭാവനകളെ
ജീവജാലങ്ങളെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനം തന്നെ സസ്യങ്ങളാണെന്നത് വളരെ വ്യക്തമാണ്. സസ്യങ്ങളെ നശിക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നാൽ അത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. അതുകൊണ്ട് സുസ്ഥിര വികസനം എന്ന ആശയത്തിൽ എപ്പോഴും സസ്യങ്ങളുടെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഈ മനോഹരമായ ഭാവി യാഥാർത്ഥ്യമാക്കുന്നതിന് പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ഈ ഭൂമിയുടെ യഥാർത്ഥ സംരക്ഷകരാകാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ജീവന്റെ പ്രക്രിയകളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. Top Tuition, online for Kerala, offline for Palakkad. Join us today.